പ്രിയമുള്ളവരെ, എൻ്റെ ഭൂട്ടാൻ സന്ദർശനത്തിന് രണ്ടാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ വൈകുന്നേരമാണ് ഭൂട്ടാൻ അതിർത്തി കടന്ന് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കാൽനടക്കാർക്കുള്ള എമിഗ്രേഷൻ കൗണ്ടർ വഴി ഞങ്ങൾ ഭൂട്ടാനിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായ രീതിയിൽ കാൽനടക്കാർക്ക് മാത്രമുള്ള എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നുള്ള കൗണ്ടർ കടന്ന് ഞങ്ങൾ അപ്പുറത്തെത്തുകയും താൽക്കാലികമായി റൂമിൽ താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ കാലത്ത് അങ്ങാടി ടൗൺ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി ഫുലൻസോങ് ടൗൺ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി രാവിലെ ഗ്രൗണ്ടിൽ നാട്ടിലേക്ക് ഇറങ്ങിയെങ്കിലും കടകളെല്ലാം അടവായിരുന്നു. അവിടെ 9 മണി കഴിഞ്ഞിട്ട് മാത്രമേ കടകൾ തുറക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞത്. തൊട്ടടുത്ത് തന്നെ അവരുടെ ബുദ്ധിസ്റ്റ് മതക്കാരുടെ ഒരു മൊണാസ്ട്രി കണ്ടു. അവിടെ ഏതോ ഒരു ഉത്സവത്തിന് വേണ്ടി എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. വളരെയധികം മൃഗങ്ങളുടെ പ്രതിമകൾ പോലെ ഓരോന്നും അലങ്കരിച്ച് ഓരോ മൃഗത്തിന് ഓരോ പ്രതിമയ്ക്കും ഓരോ മൃഗങ്ങളുടെ തലകളുടെ രൂപമായിരുന്നു നൽകിയിരുന്നത്. അതെല്ലാം അലങ്കാര വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതെല്ലാം സന്ദർശിച്ച് അതിൽ നടന്നു. അവിടെയുള്ള ഫുലൻസോങ്ങിലെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ അമ്പലത്തിൻ്റെ ഉത്സവമാണ് അടുത്ത ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ ഉത്സവം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് അവിടെയുള്ള ക്രമീകരണങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഏതായാലും അതെല്ലാം ചുറ്റിക്കറങ്ങി ഞങ്ങൾ സുഖമായി പുറത്തിറങ്ങാൻ നോക്കി. ഇതിൻ്റെ വളരെ നല്ല മൃഗങ്ങളുടേത് മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള അലങ്കാരങ്ങളും അവിടെ ധാരാളമായി കാണാമായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തിറങ്ങി. പ്രിയമുള്ളവരെ, ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ ഭൂട്ടാനിലെത്തിയതിനു ശേഷം ഞങ്ങളുടെ ആദ്യ ദിനം തിമ്പുവിലേക്കുള്ള യാത്രയാണ്. അവിടേക്ക് ഞങ്ങളുടെ വാഹനം റെഡിയായി കഴിഞ്ഞു. ഹായ് സാർ. ഹായ് സാർ. ഹായ് മാം. ഹായ്. ഹായ്. फिर आप हमको भेज दीजिएगा. ഔദ്യോഗികമായി എമിഗ്രേഷൻ എടുക്കുന്നതിന് ആവശ്യത്തിനായി ഞങ്ങളെല്ലാവരും എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിച്ചേരുകയും ചെയ്തു. ഓരോ ഇന്ത്യക്കാരും ഓരോ സഞ്ചാരിയും ഭൂട്ടാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഔദ്യോഗികമായ എമിഗ്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് പാസ്പോർട്ടോ ആണ് ആവശ്യമുള്ളത്. അതല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ അഭാവത്തിൽ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങൾ ഓരോരുത്തരും എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി അതിന് സജ്ജീകരിക്കപ്പെട്ട കൗണ്ടറുകളിൽ എത്തിച്ചേർന്നു. ഓരോ വിദേശിയും ഓരോ സഞ്ചാരിയും ഭൂട്ടാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ദിവസം SDF സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫണ്ട് രൂപത്തിൽ 1200 രൂപ നൽകണം. അതെല്ലാം ഞങ്ങളുടെ ഏജൻറ്റ് കളക്ട് ചെയ്ത് അധികാരികൾക്ക് ഏൽപ്പിച്ചു. എനിക്ക് മാത്രമാണ് പാസ്പോർട്ട് ഇല്ലാതിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പേപ്പർ രൂപത്തിൽ എമിഗ്രേഷൻ റിപ്പോർട്ട് എനിക്ക് നൽകി. എൻട്രി പെർമിറ്റ് എനിക്ക് നൽകി. 4 ദിവസം ഭൂട്ടാനിൽ താമസിക്കുന്നതിനുള്ള അനുമതിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയത്. ഞങ്ങളെല്ലാവരുടെയും എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി എമിഗ്രേഷൻ കൗണ്ടറിന് മുമ്പിൽ ഞങ്ങൾ തയ്യാറായി. ഞങ്ങളുടെ ഗൈഡ് ശിശു അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ ഭൂട്ടാനിലെ തലസ്ഥാനമായ തിമ്പുവിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. ഇവിടെ നിന്ന് ഏറെക്കുറെ 147 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് തിമ്പുവിലേക്കുള്ളത്.
ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, ഞങ്ങൾ ഇവിടെയുള്ള ഡീസൽ അടിക്കുന്നത് 1 ലിറ്റർ ഡീസലിന് 63 രൂപയാണ്. ഞങ്ങൾ ഫ്ലുവൻസോങ്ങിൽ നിന്ന് തിമ്പുവിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. 2 ഭാഗത്തും മലനിരകൾ മാത്രമുള്ള ഹിമാലയൻ മലനിരകളുടെ വളരെയധികം ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് ഈ ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടത്. രാവിലെ 10 മണിക്ക് യാത്ര ഞങ്ങൾ ആരംഭിച്ചു. ഈ ഫ്ലുവൻസോങ്ങിൽ നിന്ന് തുടർച്ചയായി കയറ്റങ്ങളും ഇറക്കങ്ങളും അതേപോലെ തന്നെ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്കുള്ള കടന്നുകയറ്റവും ആയിട്ടാണ് ഈ പാത നീണ്ടു പോകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു. ഫ്ലുവൻസോങ്ങിൽ നിന്നുള്ള തെമ്പുവിലേക്കുള്ള യാത്ര ഏവരുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളെ കൊണ്ട് സമൃദ്ധമായിരുന്നു. റോഡിന് ഇരുവശവും കേക്കാൻ തൂക്കായ മലകളും പാറകളുമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായ ഹിമാലയൻ പർവ്വതത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു.